അടിമത്തത്തിൽ കിടന്നാൽ ആരാധന വെളിപ്പെടത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. അടിമനുഖത്തിന് കീഴിൽ കിടന്നാൽ ആരാധന വെളിപ്പെടത്തില്ല. പാട്ടുണ്ടെങ്കിലും പാടാൻ പറ്റത്തില്ലെന്നേ, തപ്പുണ്ടെങ്കിലും കൊട്ടാൻ പറ്റത്തില്ല. അക്കരെ ചെന്നപ്പോഴല്ലേ കൊട്ടിയത്? സ്തോത്രം. ഹല്ലേലൂയ. പ്രവചനം ഉണ്ടെങ്കിലും പറയാൻ പറ്റത്തില്ല. അത്താൽ അടിമനുഖത്തിന്റെ കീഴിൽ കിടന്നാൽ ആരാധന വെളിപ്പെടത്തില്ല. അതുകൊണ്ട് സ്വർഗം വിളിച്ചു പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. സ്തോത്രം. ഫറവോന്റെ ശക്തി അതിനെ തടഞ്ഞു വെക്കാൻ നോക്കി. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, ഒരു കുളമ്പടി പോലും മിസ്രൈമിൽ ശേഷിക്കേണ്ട, സകലരും ഇറങ്ങിയേ പറ്റൂ. സ്തോത്രം. ഇന്ന് പകൽക്കാലം വീണ്ടെടുപ്പിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയാം, മഹത്വം തിരിച്ചറിഞ്ഞവരാ ഇതിനകത്തിരിക്കുന്നത്. വിടുതൽ അനുഭവിച്ചറിഞ്ഞവരാ, മറ്റാരും പറഞ്ഞറിഞ്ഞവരല്ല, ശരീരത്തിൽ അനുഭവിച്ചവർ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവ ശബ്ദമായി ഉപയോഗിക്കപ്പെടേണ്ട അഭിഷിക്തമാരെ, ദൈവദാസീദാസന്മാരോട് ഞാൻ വിളിച്ചു പറയാം, തൊണ്ടക്കുടി ശബ്ദമുള്ളപ്പോൾ ആദരം പൂട്ടി ഇരിക്കരുത്. കരങ്ങൾക്ക് ബലമുള്ളപ്പോൾ കരം അടിക്കാതിരിക്കല്ലേ. കാലുകൾക്ക് ബലമുള്ളപ്പോൾ ഒറ്റ യോഗം മുടക്കരുത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തിയെ തികച്ചെടുക്കുവാൻ ഓരോ ദിവസവും ദൈവം തരുമ്പോഴും ഹല്ലേലൂയ ആരാധിച്ചോണം ദൈവത്തെ. അല്ലേലും അല്പം മുമ്പ് ആന്റി പറഞ്ഞു, മരണം വരെ എനിക്ക് ആരാധിക്കണം.